ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബെറിയപ്പാണ്. ഫ്രൂട്ട് ബേയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുയിസ്ലിയാണ്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ യോഗേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പ്ലെയിൻ യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സ്ട്രോബെറിയുടെ ക്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബദാമും കാഷ്നട്ടും ചെറുതായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് പഞ്ചസാര പൊടിച്ചതാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബെറിയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളിവിടെ പ്ലെയിൻ യോഗേർട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അത് ഫ്രൂട്ട് യോഗേർട്ട് ആക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗേർട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സ്ട്രോബെറിയുടെ ക്രഷാണ്. അത് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട് യോഗേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബോട്ടിലിൻ്റെ 2 വശവും കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിന് പകരം നമുക്ക് സാധാരണ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. എന്നിട്ടൊരു പ്ലേറ്റിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുയിസ്ലിയാണ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൂട്ട് യോഗേർട്ട് അതിന് മുകളിലായിട്ട് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ സ്ട്രോബെറിയുടെ ക്രഷ് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെയിം മെത്തേഡ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് മുയിസ്ലി നമുക്കിതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഫ്രൂട്ട് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പുള്ളി ചെയ്ത് നോക്കാം. വാവ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.